ഇവര് വരുന്ന കണ്ടു കഴിഞ്ഞപ്പോ ഹീറോന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ എന്താ ഇത്ര പെട്ടെന്ന് വന്നത്, ജോലിയെല്ലാം എത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ ഞങ്ങളുടെ ജോലി പോയിട്ടുണ്ട്, ഇനി അങ്ങോട്ടേക്ക് ചെല്ലണ്ടെന്നാണ് അയാൾ പറഞ്ഞതെന്നൊക്കെ ഹീറോ ഇപ്പോ അവന്റെ അച്ഛനോട് പറയുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഒരുപാട് കഷ്ടത്തിലാണ് ജീവിച്ചു പോകുന്നത്, നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ എന്നൊക്കെ ഒരുപാട് ദേഷ്യത്തില് ഇവരെ നോക്കിയിട്ട് വഴക്ക് പറഞ്ഞിട്ട് അച്ഛനകത്തേക്ക് കയറി പോവാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഒരു കുതിരവണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. ആരാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നാട്ടിലെ കൊട്ടാരത്തിൽ നിന്നായിരുന്നു ഈ ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അയാള് ഇപ്പൊ ഒരു നോട്ടീസ് എടുത്തിട്ട് വായിക്കുകയാണ്. നാളെ നമ്മുടെ രാജകുമാരിയുടെ പിറന്നാളാണ്, അവിടേക്ക് നമ്മുടെ ഹീറോയിനെയും അതേപോലെ തന്നെ അവന്റെ ബ്രദേഴ്സിനെ ക്ഷണിച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരു ലെറ്റർ ആയിരുന്നു അത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് കുതിരവണ്ടി അവിടുന്ന് പോവാണ്. എന്തിനാണ് ഈ ഒരു രാജകുമാരി നമ്മുടെ ഹീറോയിനെ കൊട്ടാരത്തിലേക്ക് അവളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഈ ഒരു രാജകുമാരിനെ നമ്മുടെ ഹീറോ ഒരു അപകടത്തിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഹീറോയിനെയും അവന്റെ ബ്രദേഴ്സിനെയും കൂടിയിട്ട് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്കും അവന്റെ ബ്രദേഴ്സിനും ഒരുപാട് സന്തോഷമാവാണ്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ തന്നെ ഒരു കുതിരവണ്ടിയൊക്കെ ആയിട്ട് അവർ കൊട്ടാരത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ കട്ട് ചെയ്തിട്ട് കൊട്ടാരത്തിലുള്ള നമ്മുടെ രാജകുമാരിയെ കാണിക്കുകയാണ്. ഇവളാണ് നമ്മുടെ ഈ ഒരു കഥയിലെ ഹീറോയിൻ. ഹീറോയിന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇപ്പൊ ബർത്ത്ഡേ വിഷും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പാർട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഹീറോ ഇപ്പൊ അവിടേക്ക് വന്നിട്ടുണ്ട്. ഹീറോയിന് കൈയൊക്കെ കൊടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട്. ഇവനെ കണ്ടപ്പോ തന്നെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാണ്. ഇതേ സമയത്ത് അവൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. എന്നാല് രാജാവ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഗിഫ്റ്റ് എല്ലാം താഴത്ത് വെച്ചാൽ മതി എന്ന് പറയാണ്. അവനിപ്പോ ആ ഒരു ഗിഫ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ടേബിളിന്റെ മുകളിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ട്. എന്നാൽ ടേബിളിൽ ഉണ്ടായിരുന്ന വേറെയും ഒരുപാട് ഗിഫ്റ്റുകൾ അവനിപ്പോ കാണുകയാണ്. അതെല്ലാം തന്നെ വലിയ വലിയ ഗിഫ്റ്റുകളായിരുന്നു. എന്നാൽ ഇവൻ കൊണ്ടുവന്നിട്ടുള്ളത് ചെറിയൊരു പാക്കേജ് ആയിരുന്നു. ഇത് ഇവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവള് ശ്രദ്ധിക്കില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ പിന്നീട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോ ആ ഒരു ഗിഫ്റ്റ് എടുത്തിട്ട് കയ്യിൽ വെക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ ഒരു ബ്രദറിനെ കാണിക്കുകയാണ്. ഇവൻ കുറച്ച് ഫുഡി ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ഫുഡുകളൊക്കെ ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഒരു ലേഡി അങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ഡാൻസ് കളിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു ബ്രദറിന് ലേഡീസിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ തന്നെ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ രണ്ടാമത്തെ ബ്രദറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അവിടെയൊക്കെ തിരിഞ്ഞു കളിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഒരുപാട്